മനുഷ്യജന്മത്തിൻ്റെ മഹത്വം പാടുന്ന ക്രിസ്തുമസ്, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത, ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി ഭൂമിയിൽ ഉദയം ചെയ്ത യേശുവിൻ്റെ ജന്മദിനം, രക്ഷകന്റെ ജനനം നൂറ്റാണ്ടുകളുടെ പ്രതീക്ഷയും പ്രവചനങ്ങളുടെ പൂർത്തീകരണവുമായിരുന്നു. ഭൂമിയെ സ്വർഗത്തോട് ബന്ധിച്ച, മനുഷ്യനെ പ്രപഞ്ചത്തോളം വലുതാക്കിയ മനുഷ്യാവതാരത്തിന് മുൻപിൽ നമ്രശിരസ്സരായി നിലകൊള്ളാൻ ആത്മീയമായി ഒരുങ്ങിയോ കൂട്ടുകാരെ? സഹോദരനിലേക്കും ദൈവത്തിലേക്കും വാതിൽ തുറക്കാൻ, ഹൃദയം തുറക്കാൻ, ജീവിതം തുറക്കാൻ, അടച്ച പുസ്തകം തുറക്കാൻ, നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ സുഹൃത ജപങ്ങൾ കൊണ്ടും കൊച്ചു കൊച്ചു നന്മകൾ കൊണ്ടും ഓർത്തെടുത്ത മുല്ലപ്പൂ മാലകളും കളിപ്പാട്ടങ്ങളും കുഞ്ഞുടുപ്പുകളും പുൽക്കൂട്ടിലെ ഉണ്ണിക്ക് കാഴ്ചയായി നമ്മൾ നൽകിയില്ലേ? അതെല്ലാം വളരെ സന്തോഷം നൽകുന്ന ഓർമ്മകളാണ്. എന്നാൽ ഇന്നോ ത്യാഗത്തിന്റെയും നന്മയുടെയും സ്നേഹത്തിന്റെയും ശുശ്രൂഷയുടെയും പുണ്യപുഷ്പങ്ങളുമായി ക്രിസ്തുമസ് സന്ധ്യയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. മനുഷ്യത്വത്തിന്റെ പൊരുളറിഞ്ഞവൻ മനുഷ്യനായി അവതരിച്ച പുൽക്കൂട്ടിലേക്ക് നമുക്കും ഒരു യാത്ര പോയാലോ? വിശുദ്ധ യൗസേപ്പും പൂർണ്ണ ഗർഭിണിയായ പരിശുദ്ധ കന്യകാമറിയവും ബത്ലഹേമിലെ എത്രയോ വാതിലുകൾ മുട്ടി. പ്രസവവേദന അനുഭവിക്കുന്ന മേരിക്ക് കാരുണ്യത്തിന്റെ സ്പർശനമേകി സ്വഭവനത്തിന്റെ വാതിൽ തുറന്നുകൊടുക്കാൻ ആരെങ്കിലും തയ്യാറായോ? ഒന്നു നിൽക്കൂ, ഒരു നിമിഷം ചിന്തിക്കൂ. അഭയകേന്ദ്രം തേടി അലയുന്ന യൗസേപ്പും മേരിയും നമുക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ്. മനുഷ്യരൂപം പ്രാപിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മിൽ വളർന്ന് സ്നേഹമായി, കാരുണ്യമായി, ഉപമയായി, നീതിയായി, സമാധാനമായി, സംരക്ഷകരായി വർത്തിക്കുവാൻ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ കഴിയുന്നുണ്ടോ? നിന്റെ അടുത്തേക്ക് സഹായഹസ്തവുമായി കടന്നു വരുന്ന ഓരോരുത്തരിലും ഒരു ക്രിസ്തു ഉണ്ടെന്ന കാര്യം നീ ഓർക്കുന്നുണ്ടോ? നിനക്കുള്ളത് ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കുവാൻ രക്ഷകന്റെ ജനനം നിന്നെ പ്രചോദിപ്പിക്കട്ടെ. ദാരിദ്ര്യത്തിന്റെ നോവറിഞ്ഞവൻ തിരഞ്ഞെടുത്തതോ ദരിദ്രമായ കാലിത്തൊഴുത്ത്. ഒരു ജനതയുടെ മുഴുവൻ കാത്തിരിപ്പിന്റെ വിഹായസിൽ വീശിയ വെളിച്ചമായി കാലം കാത്തിരുന്ന രക്ഷകൻ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ, കാലികളുടെ അപ്പമായ പുൽക്കൂട്ടിൽ ജീവന്റെ അപ്പമായ ദൈവം അവതരിച്ചു. Yes.